ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങളുടെ സ്വജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മൂലം മനോവിഷമം ഉണ്ടാകുന്നൊരവസ്ഥ ഈ മാസങ്ങളിലുണ്ട്. നിങ്ങളുടെ ഗൃഹത്തിലുള്ളവരുടെ ആണെങ്കിലും ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് മനസ്സിന് ദുഃഖം ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളൊക്കെ ചതിയിൽപ്പെടുത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഇവരൊക്കെ കൊണ്ടുവരുന്ന ചെക്കുകളിലോ ബോണ്ടുകളിലെയോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഡീലുകളിലോ ഒക്കെ ഒപ്പിടുമ്പോൾ നന്നായിട്ടത് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ സിഗ്നേച്ചർ കൊടുക്കാവൂ. തനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ. ചിലപ്പോൾ അതുങ്ങൾ സുഹൃത്തുക്കൾ ഇതൊന്നും അറിയാതെ ആവാം നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്നത്. എന്താ തന്നെയായാലും നിങ്ങൾക്ക് സുഹൃത്തുക്കൾ മുഖാന്തരം ഉണ്ടാവുന്ന ഇമാതിരി ഡീലുകൾ, ഇതുപോലുള്ള ഡീലുകൾ കൊണ്ട് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ധനലാഭവും കാണുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അനുകൂലമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനും നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ തന്നെ നിലനിൽക്കുന്നതാണ്. കർമ്മരംഗത്തെ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ജോലിഭാരമൊക്കെ കൂടി വരുന്ന സമയമാണ്. കാർഷിക മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കാലം അനുകൂലമാണ്. നാൽക്കാലികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. കാറ്റൽ ഫാമൊക്കെ നടത്തുന്നവർക്കൊക്കെ വരുമാന വർധനവുണ്ടാകുന്ന സമയമാണ്. കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ജോലിയിലുണ്ടായിരുന്ന പോരായ്മകളൊക്കെ പരിഹരിച്ച് പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങൾക്ക് വസ്തു വാങ്ങാനും വാഹനം വാങ്ങാനും യോഗം കാണുന്നുണ്ട്. വീടിന് സ്ഥലം ഇല്ലാത്തവർ പുതിയ വീട് വെക്കുന്നതിനൊക്കെ വസ്തു കുറച്ചൊക്കെ വാങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രക്കാർക്ക്. നിങ്ങൾ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന സമയമാണ്. ധാരാളം പണം ദൂർത്ത് ചെയ്യുന്ന സമയമാണ്. ദൂർത്തല്ല, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നതാണ്. അതിൽ പലതും ചിലപ്പോൾ അത്യാവശ്യമായിരിക്കുന്ന സാധനങ്ങളായിരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് അധർമ്മവും ചെയ്യാൻ മടിക്കുകയില്ല. ഇതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ജോലിയിലൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ചില പോരായ്മകൾ, ചില മിസ്റ്റേക്കുകൾ, തെറ്റുകൾ അന്യൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു മര്യാദകേടാണ്. ഇപ്പോൾ ജോലിയിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ആ സമയത്ത് ആരെങ്കിലും ഒരു സഹപ്രവർത്തകൻ്റെ തലയിൽ വെച്ച് ചിലപ്പോൾ രക്ഷപ്പെടാമായിരിക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനേക്കാളും നല്ലത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ശരിയായ മാർഗത്തിലൂടെ ആ മിസ്റ്റേക്ക് പരിഹരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി അതുപോലത്തെ തെറ്റുകൾ വരുമ്പോൾ ആവർത്തിക്കപ്പെടുകയില്ല. ഒപ്പം നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഇച്ചിരി ഫോർവേഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരിക്കും നല്ലത്. ഈ മറ്റൊരുത്തൻ്റെ തലയിൽ കൊടുത്തിട്ട് അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പിന്നീട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ തെറ്റിനെ ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നും വരില്ല. അതുകൊണ്ട് സ്വന്തം തെറ്റുകൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നവരാണ് പിൽക്കാലത്ത് മഹാന്മാരായിട്ടുള്ളത്. ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ അന്യ സ്ത്രീകളുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് കോട്ടം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരൊക്കെ സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഒരു അകൽച്ച, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ സമൂഹത്തിലായാലും സ്വന്തം ഭവനത്തിലായാലും അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ദമ്പതി ഭാവത്തിലായാലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയോ സമൂഹത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി കൊടുക്കാൻ ഉണ്ടാവണം. അല്ലാതെയുള്ള യാതൊരു ബന്ധവും പാടില്ല. ഈ സമയത്തിൽ നിങ്ങൾക്ക് ദോഷമായിട്ടത് ഭവിക്കുന്നതാണ്.
നിങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ ഗുണകരമായ ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് അകന്നു നിന്നവരൊക്കെ അടുത്തു കൂടാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ശുക്രൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഗുണകരമായ മാറ്റം കാരണം കുറച്ച് നാളുകളായിട്ട് ശത്രുവിലായിരുന്നവരൊക്കെ അല്ലെങ്കിൽ മിണ്ടാതെ നടന്നവരൊക്കെ നിങ്ങളുടെ അടുത്ത് ചങ്ങാത്തം കൂടി വരാനുള്ള സാധ്യത കൂടുവാനിടയുണ്ട്. നിങ്ങൾക്ക് സഹപ്രവർത്തകരുടെ സഹായം ആശ്വാസത്തിന് ഇടവരുത്തുന്ന സമയമാണ്. ചില കാര്യങ്ങളിലൊക്കെ സഹപ്രവർത്തകർ നിങ്ങളെ ജോലിയിലൊക്കെ സഹായിക്കുന്നതാണ്. ശത്രുക്കളായി ഇരുന്നവർ മിത്രങ്ങളായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷം അത് ഞാൻ നേരത്തെ പറഞ്ഞു. ശുക്രൻ്റെയൊക്കെ ചില ഗുണകരമായ മാറ്റങ്ങൾ കാരണം നിങ്ങൾക്ക് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ശത്രുതയൊക്കെ മാറി സുഹൃത്ത് ബന്ധങ്ങൾ കൂടി വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. മാസാവസാനത്തോടെയൊക്കെ ആകുമ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ പുരോഗതി കാണുന്നു. പ്രമോഷനൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് പ്രമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതിയവർക്കൊക്കെ അത് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. ജീവിതത്തിലായാലും കുറച്ച് ജാഗ്രത കൈവരിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില ടേണിംഗ് പോയിന്റിലൊക്കെ വഴിത്തിരിവിലൊക്കെ ജീവിതം ചെന്ന് പെടുന്നതാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ച രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. ദീർഘനാളായിട്ടുണ്ടായിരുന്ന കടത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എടുത്തു പറയേണ്ടത് ബുധൻ ശനി ദിവസങ്ങളെ യാത്രകൾ കഴിയാവുന്നതും ഒഴിവാക്കുക. ആ സമയത്ത് യാത്ര ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ചില്ലറ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം വേണ്ടതാണ്. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ഭഗവാന് ഭസ്മം അടയ്ക്കൽ വയ്ക്കുക. സ്കന്ദ പുരാണ പാരായണം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഹരഹരോ ഹര എന്ന മന്ത്രം ചൊല്ലി ഒരു 24-50 പ്രാവശ്യം ചൊല്ലി അവസാനിപ്പിക്കേണ്ടതാണ്. ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യേണ്ടതാണ്. ഭഗവാനെ നാരങ്ങാവിളക്ക് എടുക്കേണ്ട സമയമൊക്കെയാണിപ്പോൾ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. 21 നാരങ്ങ ചെറുനാരങ്ങ കോർത്ത മാല ഭഗവതിക്ക് നൽകുക. ദേവിക്ക് നൽകിയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിച്ച് പോരുക. ധനപരമായിട്ട് ഗുണം വേണ്ടവരാണെങ്കിൽ ഒരു സ്വയംവര മന്ത്ര അർച്ചന ഭഗവതിക്കോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശിവപാർവതി ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രത്തിലോ ഒക്കെ ചെയ്ത് ഒരു 12 എണ്ണമൊക്കെ ചെയ്തിട്ട് പോരുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും ധന അഭിവൃദ്ധിയുടെ കാര്യത്തിലുമൊക്കെ ഗുണകരമായ മാറ്റം സംഭവിക്കുന്നതാണ്. ഏവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.